Hi everyone, this is me, Casac Benjali. ഊബർ എന്ന് പറയുന്ന ടാക്സി സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ലോകത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സർവീസ് വരുന്നതിന് മുമ്പ് ടാക്സി സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നില്ല ഒരു പരിധി വരെ ഉണ്ടായിരുന്നത്. ചില ടാക്സി ഡ്രൈവേഴ്സ് പേഴ്സണലൈസ് ചെയ്ത് ഏതൊരു കസ്റ്റമറോട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ പുറത്തൊരു പക്ഷെ നല്ല സർവീസ് കിട്ടിയിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ടാക്സി സർവീസ്, പ്രത്യേകിച്ചും മെട്രോ നഗരങ്ങൾ, ടയർ 1, ടയർ 2 നഗരങ്ങളിൽ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് ടാക്സി സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രം നമുക്കറിയാം. അതൊരു ലോബി പോലെ തന്നെ യൂണിയൻ, മെമ്പർഷിപ്പ്, ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റാൻഡിനും അതിൻ്റെതായ റൂൾസ്, അതല്ലെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ചാർജുകൾ, ഇതെല്ലാം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഊബർ എന്ന് പറയുന്ന ഈ ടാക്സി സർവീസ് എങ്ങനെയാണ് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ മാർക്കറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഇത് എങ്ങനെയാണ് എറിക് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമുക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് സെറ്റ് ചെയ്യാം. എറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എലിമിനേറ്റ്, റെഡ്യൂസ്, ഇൻക്രീസ് ആൻഡ് ക്രിയേറ്റ്. ഈ എറിക് എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഊബർ എന്ന് പറയുന്ന ടാക്സി സർവീസ് മാർക്കറ്റിൽ ഇത്രയും വലിയ വിപ്ലവം ഉണ്ടാക്കിയത്, ഒരു ബിസിനസ് റവല്യൂഷൻ സൃഷ്ടിച്ചത് എന്നത് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഊബറിന്റെ എറിക് സ്ട്രാറ്റജിയുടെ കേസ് സ്റ്റഡിയാണ്. പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ചാണ്, പേഴ്സണൽ സക്സസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ സെയിൽസ് ട്രെയിനിങ്ങുകൾ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്ങുകൾ, ലോ ഓഫ് അട്രാക്ഷൻ, വെൽത്ത് ക്രിയേഷൻ തുടങ്ങിയ ധാരാളം ട്രെയിനിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സർവീസ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് എൻ ഓൺട്രപ്രണർ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി, കൺസൾട്ടിങ്, ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് സെയിൽസിൽ ബൂസ്റ്റ് ചെയ്യണം, സെയിൽസിൽ നല്ല റിസൾട്ട് കിട്ടും, ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ ഫ്രീലാൻസർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ആളുകൾക്ക് ഒരു ഹ്യൂജ് വോള്യൂം സെയിൽസിലേക്ക് നിങ്ങളെ സെയിൽസ് സ്കില്ല് കൊണ്ടുപോകണം, ഇത്തരത്തിലുള്ള സർവീസുകൾ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടണം, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ സർവീസുകൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ ബെസ്റ്റ് സർവീസുകളല്ല നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെയും ബിസിനസ്സിനെയും അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. സോ ഊബർ ഒരു വലിയ വാല്യൂ ഷിഫ്റ്റ് ആണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തത്. എന്താണ് ഊബർ ക്രിയേറ്റ് ചെയ്ത വാല്യൂ ഷിഫ്റ്റ്? മാർക്കറ്റിനകത്ത് അതുവരെ ചിന്തിക്കാത്ത ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടാക്സി സർവീസിന്റെ സെഗ്മെന്റ് ആണ് ഊബർ ക്രിയേറ്റ് ചെയ്തത്. അതിനു മുൻപ് ഒരിക്കലും തന്നെ ടാക്സി ഉപയോഗിക്കാത്ത ആളുകളെ പോലും ആ ഒരു കസ്റ്റമർ സെഗ്മെന്റ് ടാക്സി യൂസേഴ്സ് ആക്കുന്ന രീതിയിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നഗരത്തിൽ പോയി കഴിഞ്ഞാൽ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് പൈസ കൊടുക്കണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസ കൊടുക്കണം. എന്നാൽ ഊബർ വന്നതോട് കൂടിയിട്ട് ഒരു ഓട്ടോ ക്യാഷിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ടാക്സി സർവീസ് ലഭിക്കുന്നു. ഈവൺ നിങ്ങളുടെ ഏറ്റവും കൺവീനിയന്റ് ആയ രീതിയിൽ ബൈക്ക് പോലും ടാക്സി ആക്കുന്ന രീതിയിലേക്ക് ആ ഒരു സർവീസിനെ ആഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ആ കാലത്ത് ഉണ്ടായിരുന്ന പഴയ ടാക്സി സർവീസ് സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ, യൂണിയന്, അതുപോലെ തന്നെ ഓവർ പ്രൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഡ്രൈവറുടെ സെൻട്രിക് ആയിട്ടുള്ള, ഡ്രൈവറുടെ കംഫർട്ട്, ഡ്രൈവറുടെ ഇഷ്ടം, ഡ്രൈവറുടെ ഡോമിനേഷൻ ആയിരുന്നു ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരുന്നത് ഇതിനു മുൻപ്. അപ്പോൾ ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് സെഗ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ടും കസ്റ്റമർ സെൻട്രിക് ആക്കി മാറ്റി എന്നുള്ളതാണ് ഊബർ ചെയ്ത ഏറ്റവും വലിയ വാല്യൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഊബർ എന്ന് പറയുന്ന ഒരു ടാക്സി സെഗ്മെന്റിലേക്ക് പുതിയൊരു സംഭവം വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? ആർക്ക് വേണമെങ്കിലും ടാക്സി ഡ്രൈവർ ആകാം. നിങ്ങളുടെ വീട്ടിലൊരു കാറുണ്ട്, നിങ്ങൾക്ക് 7 മണിക്കൂർ ജോലിയുള്ളൂ, 8 മണിക്കൂർ ജോലിയുള്ളൂ, ബാക്കി സമയം നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യണം. പാർട്ട് ടൈം ടാക്സി ഡ്രൈവർ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി. നിങ്ങൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ള കൃത്യമായി ട്രാക്ക് ചെയ്തു. ടാക്സി സർവീസിന്റെ പേരിലുള്ള അമിതമായ ചൂഷണങ്ങൾ കൃത്യമായിട്ട് കുറയ്ക്കാൻ പറ്റി. റൂട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഒന്നിലേറെ റൈഡ് ഓപ്ഷനുകൾ നമുക്ക് തന്നു. ഒന്നുകിൽ സമയം ഡിലേ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ഫീസ് കുറയ്ക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ കാശുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റൈഡ് ചൂസ് ചെയ്യും. ഓട്ടോയാകാം, ഈവൺ അതല്ല എങ്കിൽ ഷെയർഡ് ടാക്സി ആകാം. ഇനി ബൈക്കിന്റെ പുറത്ത് കയറിയിട്ടാണെങ്കിൽ നിങ്ങളുടെ കാശിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് സമയത്തിനുള്ളിൽ എത്താവുന്ന രീതിയിലേക്ക് ഒരു വാല്യൂ ഷിഫ്റ്റ് കൊണ്ടുവന്നു. ഇത് എങ്ങനെയാണ് എറിക് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനകത്ത് ഇതേ സെയിം സ്ട്രാറ്റജി, ബിസിനസ് വാല്യൂ ഇന്നോവേഷൻ നമ്മുടെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ കേസ് സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഊബർ വന്ന സമയത്ത് എന്താണ് പ്രധാനമായിട്ടുണ്ടായത്? ടാക്സി എല്ലാവർക്കും കൺവീനിയന്റ് ആയി.
കൺവീനിയൻസ്, ടാക്സി പ്ലസ് കൺവീനിയൻസ്, അത് വളരെ പ്രധാനമാണ്. റീസണബിൾ പ്രൈസിങ് വന്നു. പേഴ്സണൽ ഡ്രൈവറുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഊബർ വന്നപ്പോൾ നമുക്ക് ഓരോ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും മിക്ക റൈഡ് എക്സ്പീരിയൻസും നമുക്ക് കിട്ടിയത്. ഫോർ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുകയാണെങ്കിൽ ഓരോ ടാക്സി ഡ്രൈവേഴ്സും നമുക്കൊരു പേഴ്സണൽ ഡ്രൈവറുടെ കംഫർട്ട് ഒരേ സമയം തരുന്നുണ്ടായിരുന്നു. പ്ലസ് പേഴ്സണൽ പ്രിയോറിറ്റി, നമുക്ക് ഏത് റൈഡ് വേണം, ഏത് വണ്ടിയിൽ വേണം എന്നുള്ള റൈഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടി. ഫോർ എക്സാമ്പിൾ 4-5 റൈഡ് ഓപ്ഷൻസ് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതിൽ ചൂസ് ചെയ്യാം. മുൻപ് അത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡ്രൈവറെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് കിട്ടി. ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിൾ ചൂസ് ചെയ്യാമെന്നുള്ള ഓപ്ഷനും നമുക്ക് കിട്ടി. ഏത് പ്രൈസിന് നമുക്ക് പോകണം എന്നുള്ള ഓപ്ഷൻ വരെ നമുക്ക് ഊബർ ഒരുക്കി തന്നു. ഊബറും ഓലയും എല്ലാം സെയിം സ്ട്രാറ്റജി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എറിക് സ്ട്രാറ്റജി എങ്ങനെയാണ് ഊബർ അപ്ലൈ ചെയ്തത്? എറിക് സ്ട്രാറ്റജിയിലെ ആദ്യത്തെ ഇ മീൻസ് എലിമിനേറ്റ്. എന്തൊക്കെയാണ് നിലവിലുണ്ടായിരുന്ന കൺവെൻഷണൽ ആയിട്ട് ടാക്സി സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് പോന്നിരുന്നതിൽ നിന്ന് ഊബർ എന്താണ് എലിമിനേറ്റ് ചെയ്തത്? ആദ്യം ടാക്സി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് പ്രധാനമായിട്ടും കാർ ഉള്ളവർക്ക് മാത്രമേ ടാക്സി സർവീസ് തുടങ്ങാൻ പറ്റൂ. ടാക്സി സർവീസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാലും നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടായിരിക്കണം, ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് തുടങ്ങാൻ പറ്റും. അല്ലാത്ത നിങ്ങൾക്ക് ഒരിക്കലും അത് തുടങ്ങാൻ പറ്റില്ല എന്നതാണ് കൺവെൻഷണൽ ആയിട്ട് നമ്മൾ വിശ്വസിച്ച് പോന്നിരുന്ന സാധനം. ഊബർ ആദ്യം തന്നെ ചെയ്തു കാർ ഇല്ലാത്ത ടാക്സി സർവീസ്. കാർ അല്ലെങ്കിൽ ടാക്സി വെഹിക്കിൾ എന്ന് പറയുന്ന സാധനത്തെ കംപ്ലീറ്റ് അങ്ങ് എലിമിനേറ്റ് ചെയ്തു. വെഹിക്കിൾ ഇല്ലാതെ, സ്വന്തമായിട്ട് വണ്ടി ഇല്ലാതെ ടാക്സി സർവീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സെഗ്മെന്റ് ആദ്യം കൊണ്ടുവന്നു. അപ്പൊ ആദ്യം എലിമിനേറ്റ് ചെയ്ത് എന്താണ്? വെഹിക്കിൾ, കാറ് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. നമ്പർ 2, ഒരു ടാക്സി സർവീസിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബിസിനസ് മോഡൽ നേരിടേണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ് മെയിൻ്റനൻസ്. ടാക്സി വാങ്ങിച്ചു അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹ്യൂജ് കോസ്റ്റ് പോകുന്നു മെയിൻ്റനൻസില്ല. അതൊരു തലവേദനയാണ്, ആവശ്യത്തിന് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ കാറും ഒഴിവാക്കി മെയിൻ്റനൻസും ഒഴിവാക്കി. സ്വാഭാവികമായിട്ടും കാറ് പോകുമ്പോൾ അതിന്റെ മെയിൻ്റനൻസും ആ ടെൻഷനും നമ്മുടെ തലയിൽ നിന്ന് പോയി. പിന്നെയോ മൂന്നാമത് ഒഴിവാക്കിയത് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു സർവീസ് മോഡലിനെയാണ്. ഡ്രൈവറും ടാക്സി സർവീസ് പ്രൊവൈഡേഴ്സിന്റെയും സെൻട്രിക് ആയിരുന്നു ആ ബിസിനസ് മോഡൽ ഉണ്ടായിരുന്നത്. ആരാണോ ടാക്സി സർവീസ് അവരാണ് അതിന്റെ റൂള് നിശ്ചയിക്കുന്നത്. യൂണിയനും മറ്റും ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ചേർന്നിട്ട് വളരെ വലിയ രീതിയിൽ അവരുടെ ഇൻഫ്ലുവൻസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അവരുടെ ഡോമിനേഷൻ ആയിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വിചാരിക്കുന്നിടത്ത് വരില്ല, ഇത്ര തന്നാലേ വരുള്ളൂ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് ആ സെഗ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ നല്ല ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ, അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നല്ല സർവീസ് കൊടുക്കുന്ന, റീസണബിൾ ആയിട്ടുള്ള സർവീസ് ചെയ്തിരുന്ന ആളുകളും വളരെ കുറച്ചാണെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ മറന്നുവിടാം. എന്നാൽ പോലും ഇങ്ങനെ ഒരു ഡോമിനേറ്റിംഗ് സെഗ്മെന്റിൽ, പ്രത്യേകിച്ച് മെട്രോയിലൊക്കെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ പലപ്പോഴും നിരന്തരമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കംപ്ലീറ്റ് അങ്ങ് ഇല്ലാണ്ടാക്കി ഡ്രൈവർ സെൻട്രിക് എന്ന് പറയുന്ന സാധനമേ ടാക്സി സർവീസ് സെഗ്മെന്റിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. ഇതൊക്കെയാണ് എലിമിനേഷൻ. നമ്പർ 4, ഓവർ പ്രൈസിങ്. ഓവർ പ്രൈസിങ് എന്ന് പറയുന്ന സിസ്റ്റമേ അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ട് കസ്റ്റമർ പ്രൈസിങ്ങിലേക്ക് കൊണ്ടുവന്നു. കസ്റ്റമർക്ക് തനിക്ക് ഏത് പ്രൈസിന് റൈഡ് ചെയ്യണം, ഏത് പ്രൈസിനാണ് തനിക്ക് റൈഡ് ചെയ്യേണ്ടത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നു. ആൻഡ് നമ്പർ 5, വെയിറ്റിംഗ് ഫോർ ദ ഡ്രൈവർ. വെയിറ്റിംഗ് ഫോർ ഡ്രൈവർ എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റിയിട്ട് കസ്റ്റമർക്ക് ഏത് സമയത്ത് വേണം, എപ്പോഴാണ് തനിക്ക് റൈഡ് വേണ്ടത് എന്ന് പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് റൈഡ് ബുക്ക് ചെയ്യാനുള്ള, കറക്റ്റ് ടൈമിന് നമ്മളെടുത്ത് എത്തത്തക്ക രീതിയിൽ റൈഡ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. അതായത് ഡ്രൈവറെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് കസ്റ്റമറെ വെയിറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ ബിസിനസ് മോഡലിനെ റീസെറ്റ് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ടാക്സി അല്ലെങ്കിൽ സർവീസ് സെഗ്മെന്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രവണതയായിരുന്നു ഡ്രൈവേഴ്സ് യൂണിയൻ ഡെപ്പോസിറ്റ്, യൂണിയൻ മെമ്പർഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നേക്കുമായിട്ട് ഊബർ എന്ന് പറയുന്നൊരു സിസ്റ്റം അങ്ങ് എലിമിനേറ്റ് ചെയ്തു. ലിമിറ്റഡ് ലൊക്കേഷൻ എന്ന് പറയുന്ന, അത് ടാക്സി സെഗ്മെന്റ് എന്ന് പറയുന്ന, അന്ന് ടാക്സി കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ടാക്സി സ്റ്റാൻഡിലേക്ക് പോകണം, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒരു ഏരിയ ഉണ്ടാവും, അവിടെ ചെന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 4-5 ടാക്സി ഡ്രൈവേഴ്സിന്റെ നമ്പർ ഉണ്ടാവും, ഇവരെ വിളിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ഇവരല്ലാത്തവരെ വിളിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഇനി അതല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവരെങ്ങനെയുള്ളവരാണ്, നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലോങ് റൈഡിലൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള നൈറ്റ് റൈഡിലൊക്കെ നമുക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷർമെന്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പ്രശ്നത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്യാണ് എറിക് സ്ട്രാറ്റജിയിലൂടെ ഊബർ ചെയ്തത്. സോ ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനകത്തും ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കാത്ത എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാനുണ്ട് എന്ന്
നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസിനകത്തുനിന്നും ഇതുപോലെ, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലാണോ ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തൊക്കെ ആവശ്യമില്ലാത്ത എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഒഴിവാക്കി ആവശ്യമുള്ളതിന് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് നമ്പർ 2, റെഡ്യൂസ്. എറിക് സ്ട്രാറ്റജിയിലെ ആർ റെഡ്യൂസ്. എന്താണ് ഊബർ റെഡ്യൂസ് ചെയ്തത്? ഒന്ന്, പ്രൈസ് റെഡ്യൂസ് ചെയ്തു. കസ്റ്റമർക്ക് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയ എഫേർട്ട് ആയിരുന്നു ടാക്സി സ്റ്റാൻഡിലേക്ക് പോകുക, കസ്റ്റമറെ വിളിക്കുക, ഫോൺ ചെയ്യുക, ഇതൊന്നുമില്ലേ. കസ്റ്റമർക്ക് ഉണ്ടാകുന്ന എഫേർട്ടിനെ വലിയ രീതിയിൽ അങ്ങ് റെഡ്യൂസ് ചെയ്തു. കസ്റ്റമർക്ക് വളരെ ഈസി ആയിട്ട്, വളരെ കൺവീനിയന്റ് ആയിട്ട് ടാക്സി റൈഡ് ബുക്ക് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്തു. കംപ്ലൈന്റ് റേഷ്യോയും റെഡ്യൂസ് ചെയ്തു. മുൻപ് റെക്കോർഡ് ചെയ്യപ്പെടാത്ത ധാരാളം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓരോ ഡ്രൈവറെയും റിവ്യൂ ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവന്നു. ഓരോ ഡ്രൈവർക്കും അവരുടെ റൈഡിനനുസരിച്ച്, അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസിനനുസരിച്ചിട്ട് അവരെ റേറ്റ് ചെയ്യാനും അവരെ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലൈന്റ് റേഷ്യോ നല്ല രീതിയിൽ, വണ്ടിയുടെ നീറ്റ്നെസ്, ക്ലീൻ, അവരുടെ പെരുമാറ്റം, സംസാരം, ബിഹേവിയർ, ഇതെല്ലാം നമുക്ക് റേറ്റ് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഏറ്റവും റേറ്റിംഗ് കൂടിയ ഡ്രൈവറെ സെലക്ട് ചെയ്യുന്നത് വഴി കംപ്ലൈന്റ് റേഷ്യോ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. ടാക്സി യൂണിയന്റെ അമിതമായിട്ടുള്ള ഡോമിനേഷൻ, പല പ്രശ്നങ്ങളും പല ടാക്സി സ്റ്റാൻഡുകളും ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ട്, ഇല്ലെന്നല്ല, അത് മറന്നിട്ടൊന്നുമല്ല. എന്നാലും പലപ്പോഴും ഉണ്ട്. ആ ഡോമിനേഷനെ കംപ്ലീറ്റ് അങ്ങ് റെഡ്യൂസ് ചെയ്യാൻ എറിക് സ്ട്രാറ്റജി വഴി ഊബറിന് സാധിച്ചു. ആൻഡ് നമ്പർ 3, ഇൻക്രീസ്. എറിക് സ്ട്രാറ്റജിയിലെ 3rd സ്ട്രാറ്റജിയാണ് ഇൻക്രീസ്. കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുന്ന, കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പല സർവീസുകൾ ഊബർ ഇൻക്രീസ് ചെയ്തു. അതിൽ എന്താണ്? കസ്റ്റമറുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പാറ്റേണും സെറ്റ് ചെയ്തു. കസ്റ്റമർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്തു. കസ്റ്റമർക്ക് കൂടുതൽ കൺവീനിയന്റ് റൈഡ് ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു. അതായത് കസ്റ്റമറുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് റൈഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, കസ്റ്റമർ എപ്പോഴാണോ ട്രാവൽ പ്ലാൻ ചെയ്യാനിരിക്കുന്നത് അതിനനുസരിച്ച് റൈഡ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്വിഫ്റ്റിന് നിങ്ങൾക്ക് ആവശ്യമില്ല, ആൾട്ടോയിലുള്ള റൈഡ് ആവശ്യമില്ല, നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം വണ്ടി വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഇവിടെ കാശ് മാത്രമാണ് കൺസേൺ, അങ്ങനെയാണെങ്കിൽ ബൈക്കിലൂടെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ലെവൽ എന്താണ്, എക്സ്പെക്ടേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് റൈഡ് ചൂസ് ചെയ്യാനും വെഹിക്കിൾ ചൂസ് ചെയ്യാനും മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ചൂസ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ധാരാളം ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇൻക്രീസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജോലിയുടെ കൂടെ ഒരു കാർ ഉണ്ടെങ്കിൽ അയാൾക്ക് വരുമാനം കൂട്ടാനുള്ള പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റി എറിക് സ്ട്രാറ്റജിയിലൂടെ ഊബർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അതൊരു വലിയൊരു റവല്യൂഷൻ ആയിരുന്നു. കാരണം സോ കോൾഡ് ടാക്സി ഡ്രൈവേഴ്സിൽ നിന്ന് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, നല്ല ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ആളുകളെയും ഡ്രൈവറെയും നമുക്ക് പല ടാക്സി റൈഡിൽ നമുക്ക് കിട്ടി. കാരണം ആർക്ക് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ഡ്രൈവറായിട്ട് ഊബറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഊബർ ഒരുക്കി തന്നു. അഡീഷണൽ ഇൻകം ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ പോലും നിങ്ങൾക്ക് ഊബർ സർവീസ് കൂട്ടി തന്നു. അതോടൊപ്പം തന്നെ ധാരാളം ഓപ്ഷൻസ് കൊടുത്തു. റൈഡ് ഓപ്ഷൻസ്, അത് നിങ്ങൾക്ക് ഷെയർഡ് ടാക്സി മുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഷെയർഡ് ബൈക്കിൽ വരെ യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ, വെഹിക്കിൾ ഓപ്ഷൻ, റൈഡ് ഓപ്ഷൻസ്, ഷെയർഡ് ഓപ്ഷൻസ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവറെ പോലെ തന്നെയുള്ള ഇൻഡിവിജ്വൽ ഓപ്ഷൻസ് അടക്കമുള്ള ധാരാളം ഓപ്ഷൻസ്. പിന്നെ വൈകി വരുന്നതിനനുസരിച്ചും ഏർലി ബുക്കിങ്ങിനനുസരിച്ചും അതുപോലെ തന്നെ പീക്ക് ടൈം അല്ലാത്ത സമയത്ത് റൈഡ് ചൂസ് ചെയ്യുകയാണെങ്കിലുള്ള ഓഫറുകൾ അടക്കമുള്ള ധാരാളം ഓപ്ഷൻസ് പല സംഗതികളുമായിട്ടും പലയിടത്തും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഊബർ കൺസെഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രൊമോ കോഡുകളെല്ലാം ഊബർ സെറ്റ് ചെയ്തു. സോ ഇതെല്ലാം ആ ബിസിനസ്സിനെ കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്നതിനും വാല്യൂ ഇന്നോവേഷനിലൂടെ ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കുന്നതിനും അത് സഹായകരമായി. ആൻഡ് നമ്പർ 4, ക്രിയേറ്റ്. അതുവരെ മനുഷ്യന് ചിന്തിക്കാത്ത ടാക്സി സർവീസ്, ടാക്സി സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് കസ്റ്റമർ സെൻട്രിക് ആക്കുക. കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള വളരെ വലിയൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത്, അതുവരെ ടാക്സി സർവീസിനെ കുറിച്ച് അങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലുമില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കസ്റ്റമറെ മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുവന്നു, കസ്റ്റമറെ മുഴുവനും ഊബറിലേക്ക് കൊണ്ടുവന്നു, ടാക്സി ഡ്രൈവേഴ്സിനെയും ഊബറിലേക്ക് കൊണ്ടുവന്നു. ടാക്സി ഡ്രൈവറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഊബർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടാക്സി കസ്റ്റമറും ഇവിടെയുണ്ട്, സർവീസ് പ്രൊവൈഡർ ഇവിടെയുണ്ട്. രണ്ടു പേരും ഒരേ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുകയും
എന്നാൽ ഇവിടെയാണെങ്കിൽ ഒരു വണ്ടിയും വേണ്ട, ഒരു മെയിൻ്റനൻസും വേണ്ട, ഒന്നും വേണ്ട. കസ്റ്റമറും ഇവിടെയുണ്ട്, ഡ്രൈവറും ഇവിടെയുണ്ട്. ആ രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാല്യൂ ഷിഫ്റ്റ്, പുതിയൊരു മാർക്കറ്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഊബർ ചെയ്ത് ക്രിയേഷൻ. എറിക് സ്ട്രാറ്റജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഊബർ ക്രിയേറ്റ് ചെയ്തത്? മൊബൈൽ പ്ലസ് ടാക്സി സർവീസ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൺ ടച്ചിൽ, സിംഗിൾ ടച്ചിൽ ടാക്സി സർവീസ് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയ, നിങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രൈസിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടാക്സി സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്പർ 2, ഓൺ ഡിമാൻഡ് ടാക്സി സർവീസ്. നിങ്ങൾക്ക് എപ്പോഴാണോ റൈഡ് ആവശ്യമുള്ളത് ആ റൈഡ് ബുക്ക് ചെയ്യാം. അത് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് റൈഡ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. മുൻപ് ഡ്രൈവറുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് റൈഡ് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് അതല്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് റൈഡ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺ ഡിമാൻഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അവിടെ കൊണ്ടുവന്നു. ആൻഡ് നമ്പർ 3, ക്യാൻസൽ ഓപ്ഷൻ. മുമ്പ് നിങ്ങൾ ടാക്സി ഡ്രൈവറെ ബുക്ക് ചെയ്തു, വിളിച്ചു പറഞ്ഞു, അയാളും സമയം ഓക്കെ ആയെന്ന് വിചാരിക്കുക. ആ റൈഡ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക കേസിലും അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അയാൾ ഏതെങ്കിലും ഓട്ടം കളഞ്ഞിട്ടാണ് നിങ്ങളത് ബുക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പകുതി പൈസയെങ്കിലും കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് റൈഡ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് റൈഡ് ഏത് നിമിഷം റൈഡ് ഡ്രൈവർ എത്തുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് 10 പൈസ പോവില്ല. വളരെ ഈസി ആയിട്ട് ആ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. സോ റൈഡ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ക്രിയേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞതിനാണ് എനിബഡി ക്യാൻ ടാക്സി ഡ്രൈവർ. ആർക്ക് വേണമെങ്കിലും ടാക്സി ഡ്രൈവർ ആകാൻ പറ്റുന്ന, യൂണിയൻ വേണ്ട, ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട. നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാറുണ്ടെങ്കിൽ, നീറ്റാണ്, കസ്റ്റമറെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലോ ഫുൾ ടൈം ജോലിയാക്കാൻ പറ്റുന്ന രീതിയിലോ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള, ടാക്സി ഡ്രൈവറായി മാറാനുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അതിലൂടെ ആർക്ക് വേണമെങ്കിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. സോ മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്ത് ട്രിപ്പിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തെന്നുള്ള. നമ്മൾ എവിടെ പോകണമെങ്കിലും ഏത് സമയത്ത് എത്ര ദൂരം കൊണ്ട് എത്തും, ഏത് റൂട്ടാണ് എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സേഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റൈഡ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ പാസഞ്ചറുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മുടെ ട്രിപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റും. എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഒരുക്കി തരുന്നു എന്നുള്ളത് ഒരു പുതിയ വേൾഡ് തന്നെ, അതുവരെ ലഭിക്കാത്ത ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ ഊബറിന് സാധിച്ചു. മോർ റൈഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് ഏത് വണ്ടി വേണം അത് ചൂസ് ചെയ്യാമെന്ന് പറയുന്ന മോർ റൈഡ് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം അതിനകത്ത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു. മുമ്പില്ലാത്തതാണ്. നൈറ്റ് സർവീസ് ഓപ്ഷൻ. ഇപ്പൊ നൈറ്റിലാണ് നിങ്ങൾ റൈഡ് ചെയ്യുന്നതെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ആ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ സേഫ്റ്റിയോട് കൂടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അതിനകത്ത് കൊണ്ടുവന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടത്, ഈസി ടു ഫൈൻഡ് ടാക്സി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഊബർ സർവീസുകളുള്ള ഇടത്തെല്ലാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസുകൾ ഓലയാണെങ്കിലും ഊബർ ആണെങ്കിലും ഉള്ളിടത്തെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ റൈഡും ടാക്സിയും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഊബർ എറിക് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിനെ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച എറിക് ബിസിനസ് സ്ട്രാറ്റജി. സോ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാം. ഞാൻ കസാക് ബെഞ്ചാലി, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്, സക്സസ് കോച്ചാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി കൺസൾട്ടിങ്, ട്രെയിനിങ്, അതുപോലെ തന്നെ പേഴ്സണൽ സക്സസിന് വേണ്ടിയിട്ടുള്ള ധാരാളം ഓൺലൈൻ ട്രെയിനിങ് ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ്, സെയിൽസിൽ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്താൻ സഹായിക്കുന്ന $1 million സെയിൽസ്മാൻ, കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനിങ് തുടങ്ങി ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും നീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് 10x ട്രാൻസ്ഫോർമേഷൻ. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 മണി വരെ ഇന്ത്യൻ സമയവും GCC ബാച്ചുകാർക്ക് സെയിം ടൈമിൽ GCC ടൈമിലും അവൈലബിൾ ആകുന്ന രീതിയിൽ 365 ദിവസം നീണ്ടു നിൽക്കുന്ന 10x ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാം. 365 ദിവസം 2022 ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ തയ്യാറാക്കുന്ന 100-ലേറെ ഓൺട്രപ്രണേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരുമിച്ച് സക്സസ് ആകാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. നിങ്ങൾക്ക് ഒരു വലിയ സക്സസ് ആകണം നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ
പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരും. നിങ്ങൾക്ക് ആ കോഴ്സ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു. ഞാൻ കസാക് ബെൻജാലി.